بسم الله الرحمن الرحيم. الحمد لله الذي خلق السماوات والأرض وجعل الظلمات والنور ثم الذين كفروا بربهم يعدلون. هو الذي خلقكم من طين ثم قضى أجلا وأجل مسمى عنده ثم أنتم تمترون. وهو الله في السماوات وفي الأرض يعلم سركم وجهركم ويعلم ما تكسبون. وما تأتيهم من آية من آيات ربهم إلا كانوا عنها معرضين. فقد كذبوا بالحق لما جاءهم فسوف يأتيهم أنباء ما كانوا به يستهزئون. ألم يروا كم أهلكنا من قبلهم من قرن مكناهم في الأرض ما لم نمكن لكم وأرسلنا السماء عليهم مدرارا وجعلنا الأنهار تجري من تحتهم فأهلكناهم بذنوبهم وأنشأنا من بعدهم قرنا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. വേദിയിലുള്ള ബഹുമാന്യ വ്യക്തിത്വങ്ങളെ, എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, സഹോദരങ്ങളെ, സത്യാന്വേഷികളെ, അള്ളാഹുവിൻ്റെ അപാരമായ തൗഫീഖ് കൊണ്ടും അവൻ്റെ ഉന്നതമായ അനുഗ്രഹം കൊണ്ടും ദീനിനെയും ദഅവത്തിനെയും സംബന്ധിച്ച ഉന്നതവും ഉജ്ജ്വലവുമായ ചിന്തകൾക്ക് ഈ സന്ദർഭം, ഈ സാഹചര്യം നമുക്ക് അനുകൂലമായി മാറിയിരിക്കുകയാണ്. അൽഹംദുലില്ലാഹ്. മഴയുടെ ഒരന്തരീക്ഷത്തിലും വളരെ സമ്പൂർണമായ സൗകര്യങ്ങളോടുകൂടി ഇത്തരം ഒരു മഹാസമ്മേളനം സംഘടിപ്പിച്ച എൻ്റെ സഹപ്രവർത്തകരെ അഭിനന്ദിക്കാനും പ്രശംസിക്കാനും ഈ സന്ദർഭം ഉപയോഗപ്പെടുത്തുകയാണ്. ഇതിൻ്റെ ആമുഖ സംസാരം എന്ന നിലക്ക് ഇതിൻ്റെ സംഘാടകർ എന്നെ ഏൽപ്പിച്ച ഏരിയയിൽ നിന്നുകൊണ്ട് ഏതാനും ചില സൂചനകൾ നൽകി അവസാനിപ്പിക്കാനാണ് ആഗ്രഹിക്കുന്നത്. അള്ളാഹു കാര്യങ്ങൾ പറയാനും കേൾക്കാനും ഗ്രഹിക്കാനുമുള്ള തൗഫീഖ് നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. മുജാഹിദ് പ്രസ്ഥാനത്തിൽ എന്ത് സംഭവിച്ചു എന്നൊരു ചോദ്യമാണ് എൻ്റെ സഹപ്രവർത്തകർ എന്നെ ഏൽപ്പിച്ചിട്ടുള്ളത്. വളരെ സുദീർഘമായ 5-6 വർഷത്തിൻ്റെ പിന്നാമ്പുറങ്ങളിലേക്കുള്ളൊരു യാത്ര സ്വാഭാവികമായും ഞാൻ നടത്തേണ്ടതുണ്ട്. കേരളത്തിലെ മുജാഹിദ് പ്രവർത്തകർ മുഴുവൻ പകലന്തിയോളം അധ്വാനിച്ച അവരുടെ വിയർപ്പിൻ്റെ ഓഹരി കൊണ്ട് പോസ്റ്റർ ഒട്ടിച്ച്, പ്രഭാഷണ പരിപാടികൾ സംഘടിപ്പിച്ച്, പ്രബോധന സംരംഭങ്ങൾക്ക് ശാക്തീകരണം നൽകി, പുതിയ പ്രദേശങ്ങളിലേക്ക് കയറിച്ചെന്ന് കല്ലേറുകളെ കസേരകൾ കൊണ്ട് തടഞ്ഞ് പോലീസ് സ്റ്റേഷനുകളിൽ നീതി തേടി യാത്ര ചെയ്ത് മുന്നോട്ടു പോകുന്ന ഒരു ഘട്ടത്തിലും സംഘടനയുടെ ഏറ്റവും ഉന്നതമായ ഓഫീസിൽ നടന്ന ചരടുവലികളുടെയും അതിനെ തുടർന്നുണ്ടായ യോഗങ്ങളുടെയും അതിനെ തുടർന്നുണ്ടായ സംഭവവികാസങ്ങളുടെയും വിശാലതയിലേക്ക് എൻ്റെ മുന്നിലുള്ള 20 മിനിറ്റ് കൊണ്ട് എനിക്ക് പോകാൻ കഴിയുകയില്ലെങ്കിലും ഏതാനും ചില സൂചനകളെങ്കിലും നൽകാൻ ഈ സന്ദർഭം ഉപകരിക്കും എന്നെനിക്ക് തോന്നുകയാണ്. യഥാർത്ഥത്തിൽ മതരംഗത്തെ പിളർപ്പുകളും മതരംഗത്തെ കക്ഷിത്വങ്ങളും വേദനാജനകമാണ്. ഒരു മഹാപർവ്വതം പൊട്ടിപ്പിളർന്നാൽ നമുക്കെല്ലാവർക്കും കൂടി ആ മഹാപർവ്വതത്തിൻ്റെ പിളർപ്പ് തീർക്കാൻ അവിടെ കുറച്ച് കരിങ്കല്ല് അടിച്ചു വേണമെങ്കിൽ അത് ഭദ്രമാക്കാൻ ശ്രമിക്കാം.
ഈ മഹാഭൂമി പിളർന്നാൽ നഷ്ടങ്ങളും കഷ്ടതകളും വേദനകളുമെല്ലാം ഉണ്ടാകുമെങ്കിലും അതിൻ്റെ ദ്വാരം നമുക്കില്ലാതെയാക്കാൻ ശ്രമിക്കാം. ഒരു വടവൃക്ഷം പൊട്ടിത്തകർന്ന് താഴെ വീണാൽ അതിൻ്റെ ഇതളുകൾ മുളച്ചു വന്നത് വീണ്ടും വലുതാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷേ മനസ്സുകൾക്കിടയിൽ വരുന്ന അകൽച്ചയും മനസ്സുകൾക്കിടയിലുണ്ടാകുന്ന ദ്വാരങ്ങളും മനസ്സുകൾക്കിടയിലുണ്ടാകുന്ന ഇത്തരം സംഭവ വികാസങ്ങളും അത് ഏറെ വേദനാജനകമാണ്. അതിൻ്റെ പരിക്കുകൾ നൂറ്റാണ്ടുകളോളം നിലനിൽക്കുന്നതാണ് എന്ന് ഏറ്റവും അറിയേണ്ടത് ദാവാ സംവിധാനങ്ങളുടെ മുന്നിൽ നിൽക്കുന്നവരും ദാവാ സംവിധാനങ്ങളെ മുന്നിൽ നിന്ന് നയിക്കുന്നവരും തന്നെയാണ്. അത് ഇല്ലാതെ പോയതിൻ്റെ വേദനാജനകമായ അനുഭവത്തിലൂടെയാണ് യഥാർത്ഥത്തിൽ മുജാഹിദുകൾ കടന്നു പോകുന്നത്. ഇത്തരം വിഷയങ്ങൾ അവതരിപ്പിക്കുമ്പോൾ നമ്മളെല്ലാവരും എപ്പോഴും പറയാറുള്ളത് പോലെ രാത്രി 12:30 മണിക്കും 1 മണിക്കും ആസ്മ രോഗിയായ ശാഖയിലെ പ്രവർത്തകൻ പോസ്റ്ററും പിടിച്ച് റോട്ടിലൂടെ നടക്കുന്നത് അറിയാത്ത, ഇലക്ട്രിക് പോസ്റ്റിൽ കയറി അത് കെട്ടി ഇറങ്ങുമ്പോൾ അവൻ അനുഭവിക്കുന്ന നിർവൃതി മനസ്സിലാക്കാത്ത, ഇന്നലെ രാത്രി ഉറക്കമൊഴിച്ചവൻ എഴുതിയ ചുമരിലേക്ക് രാവിലെ നോക്കി ആവേശം കൊള്ളുന്ന അവൻ്റെ കുഞ്ഞു മനസ്സ് തിരിച്ചറിയാത്ത ചില ആളുകളാണ് ഇത്തരം ഒരു ദുരന്തത്തിൻ്റെ ഏറ്റവും ശക്തരായ വക്താക്കളായി നിലകൊണ്ടത് എന്നതിന് സംഘടനാപരവും ആദർശപരവുമായ 100 കൂട്ടം രേഖകൾ എൻ്റെ കയ്യിലുണ്ട്. ഒരൊറ്റ വാചകം ചേർത്ത് വെച്ചുകൊണ്ട് ഞാനിതിൻ്റെ മർമ്മത്തിലേക്ക് വരട്ടെ. വിഷയങ്ങളും ഭിന്നതകളും തർക്കങ്ങളും വരുമ്പോൾ ആളുകൾ വ്യത്യസ്ത രീതിയിൽ പ്രതികരിക്കും. ചില ആളുകൾ കാരണവന്മാരും പുരോഹിതന്മാരും പണ്ഡിതന്മാരും മദ്ഹബുകളും പറയുന്നിടത്ത് നിന്നാൽ പോരെ, നമുക്ക് സ്വന്തമായി പഠിക്കാനും സ്വന്തമായി മനനം ചെയ്യാനും ഭാഷ അറിയാത്തത് കൊണ്ട് ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാനും കഴിയില്ല എന്ന് ചിന്തിക്കുന്ന ഒരു മഹാഭൂരിപക്ഷം ഉണ്ടാകാറുണ്ട്. അതിൻ്റെ ഇപ്പുറത്ത് എന്തെല്ലാം ഒഴിവാക്കേണ്ടി വന്നാലും, എന്തെല്ലാം ത്യജിക്കേണ്ടി വന്നാലും, എന്തെല്ലാം ജീവിതത്തിൽ സംഭവിച്ചാലും വേദഗ്രന്ഥത്തിൻ്റെയും അതിൻ്റെ വ്യാഖ്യാനമായ പ്രവാചക ചര്യയുടെയും പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് ഞാൻ എൻ്റെ ജീവിതത്തിൽ തീരുമാനമെടുക്കൂ എന്ന് പറയുന്നവരുണ്ടാകും. മൂന്നാമത്, എനിക്ക് മതരംഗത്തെ ഈ അതൃപ്തികളും മതരംഗത്തെ ഈ ഭിന്നതകളും മതരംഗത്തെ ഈ പ്രതിസന്ധികളും സഹിക്കാൻ വയ്യ എന്ന നിലയ്ക്ക് ആദ്യഘട്ടത്തിൽ വിട്ടുനിൽക്കുകയും പിന്നെ മതം തന്നെ കൈവിട്ടു പോകുന്ന മഹാദുരന്തങ്ങളിലേക്ക് എത്തുന്നവരും ഉണ്ടാകാറുണ്ട്. ഒറ്റ വാചകം ഞാൻ പറയാം. നമുക്ക് ആത്മാർത്ഥമായി പ്രതിസന്ധികളിൽ, ഉത്തരങ്ങളില്ലാത്ത തർക്കങ്ങളിൽ പ്രാർത്ഥിക്കാൻ വേണ്ടി പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചൊരു ദുആയുണ്ട്. രാത്രി നമസ്കാരത്തിൽ ലോകം മുഴുവൻ ശാന്തമായി ഉറങ്ങുമ്പോൾ ആയിഷ ബീവിയുടെ, ഉമ്മ സലമ ബീവിയുടെ വീട്ടിന്റെ റൂമിന്റെ ഉള്ളിലെ ഇത്തിരിപ്പോന്ന മുസല്ലയിൽ നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നടത്തിയ ദുആ നടത്താനെങ്കിലും എൻ്റെ സംഭാഷണം എന്തു പറയുന്നുണ്ട് എന്ന് കേൾക്കാൻ വേണ്ടി വന്ന എൻ്റെ സുഹൃത്തുക്കൾ ഇന്ന് രാത്രിയാകുമ്പോൾ നാളെ പ്രഭാതമാകും മുമ്പ് അങ്ങനത്തെ ഒരു പ്രാർത്ഥനയ്ക്കെങ്കിലും സമയം കണ്ടെത്തണം. എന്താണെന്നറിയോ പ്രാർത്ഥന? اللهم رب جبرائيل وميكائيل فاطر السماوات والأرض أنت تحكم بين عبادك فيما كانوا فيه يختلفون فاهدني فيما اختلفت فيه من الحق എന്ന് തുടങ്ങുന്ന ദുആ അർത്ഥവും പ്രാർത്ഥനയുടെ വിശദാംശവും നിങ്ങൾ പഠിക്കുക. ഞാൻ ഭിന്നതയിലായി പോയ വിഷയത്തിൽ എനിക്ക് നീ സത്യസന്ധമായ റൂട്ട് കാണിച്ചു തരണേ റബ്ബേ എന്നാണ് ആ പ്രാർത്ഥനയുടെ സാരാംശം. അങ്ങനത്തെ ഒരു പ്രാർത്ഥന ഹൃദയത്തിൽ നിന്ന് നടത്തിയതിന്റെ ശേഷം നിങ്ങൾക്ക് സ്വതന്ത്രമായ നിങ്ങളുടെ റൂട്ട് സ്വീകരിക്കാം. അതിനു മുൻപ് പ്രാർത്ഥിച്ചൊരു മൂലയ്ക്ക് ഇരിക്കുന്നതിന് പകരം പ്രാർത്ഥിച്ച പ്രാർത്ഥനയുടെ ലക്ഷ്യം പൂർത്തീകരിക്കണമെങ്കിൽ പഠനത്തിന് തയ്യാറാകണം. നമ്മൾ പഠനത്തിന്റെ വാതിലുകൾ കൊട്ടിയടച്ചത് സംഘടന തീരുമാനിച്ചതല്ലേ? ഞാൻ സംഘടനാ തീരുമാനത്തിന്റെ കൂടെ നിൽക്കാമെന്നാണ്. സംഘടനക്കും സംഘടനാ നേതൃത്വത്തിനും തെറ്റുപറ്റുകയില്ലെന്ന് ഒരിക്കലും മുജാഹിദ് പ്രസ്ഥാനം പറഞ്ഞിട്ടില്ല. മാത്രല്ല, കേരള നുദവത്തുൽ മുജാഹിദീന്റെ 1ാമത്തെ പ്രസിഡന്റ് KM മൗലവി സാഹിബ് ഇതിന്റെ ആദ്യത്തെ മെമ്പർഷിപ്പ് ക്യാമ്പയിനും ഇതിലേക്ക് ആദ്യമായി മെമ്പർമാരെ ചേർക്കുന്ന നടപടിക്രമവും ആരംഭിച്ചപ്പോൾ തന്നെ അതിന്റെ ആദ്യത്തെ വിജ്ഞാപനത്തിൽ തന്നെ രേഖപ്പെടുത്തിയ വാചകം സംഘടന തീരുമാനിച്ചിടത്താണ് ഞാൻ നിൽക്കുന്നത് എന്ന് പറയുന്നവർ ആത്മാർത്ഥമായി കേൾക്കണം. എന്താണെന്നറിയോ? അൽമനാറിൽ അന്ന് പ്രസിദ്ധീകരിച്ച വിജ്ഞാപനത്തിലെ വാചകം ഇതാണ്, അതിന്റെ ആശയം ഇതാണ്: ഈ സംഘത്തിന്റെ നേതാവ് തെറ്റ് ചെയ്യാത്തിടത്തോളം കാലം അദ്ദേഹത്തെ അനുസരിച്ചു കൊള്ളാം.
ഈ സംഘത്തിന്റെ നേതൃത്വം അവർ തെറ്റ് ചെയ്യാത്തിടത്തോളം കാലം അവരനുസരിക്കാമെന്ന പ്രതിജ്ഞയെ ഒരു മുജാഹിദ് എടുക്കുന്നുള്ളൂ എന്നത് ഒന്നാമത്തെ പ്രസിഡന്റ് നമ്മളെ പഠിപ്പിച്ചതാണ്. കാലക്രമത്തിൽ പ്രതിജ്ഞാവാചകങ്ങളിൽ നിന്ന് അത് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, പ്രതിജ്ഞാവാചകങ്ങളിലെ കറുത്താക്ഷരങ്ങളിൽ നിന്ന് അത് നഷ്ടപ്പെട്ടാലും പ്രിയപ്പെട്ടവരെ ജീവിതത്തിൽ ഒരിക്കലും അത് നഷ്ടപ്പെട്ടുകൂടാ. പിന്നെ സർക്കുലറും സംഘടനാ ആസ്ഥാനത്തുനിന്ന് വരുന്ന നിർദ്ദേശങ്ങളും അതിൽ ആളുകൾ പരിപാവനത്വവും മഹത്വവും കാണുന്നതിൽ നമുക്ക് കുറ്റം പറയാൻ കഴിയില്ല. കാരണം KM മൗലവി സാഹിബും അമാനി മൗലവി സാഹിബും അതേപോലെ തന്നെ ഉന്നതരായ പണ്ഡിതന്മാരുമൊക്കെ യോഗങ്ങളിലിരുന്ന് ചർച്ചകൾ നടത്തി, ആലോചന നടത്തി, വീണ്ടും പരിശോധിച്ച്, വീണ്ടും ചിന്തിച്ച് അയച്ചിരുന്നതാണ് പണ്ട് സർക്കുലറുകൾ, നിർദ്ദേശിച്ചിരുന്നതാണ് പണ്ട് നിർദ്ദേശങ്ങൾ. ഇന്ന് അങ്ങനെയല്ലെന്ന് ജനങ്ങളെ നിങ്ങൾ തിരിച്ചറിഞ്ഞേ പറ്റൂ. ഇന്നത്തെ സർക്കുലറുകൾക്ക് അന്നത്തെ സർക്കുലറിന്റെ അതേ മാനസികാവസ്ഥ നൽകിയാൽ ഖുർആനിന്റെയും സുന്നത്തിന്റെയും കൂടെ സഞ്ചരിക്കാൻ നമുക്ക് സാധ്യമല്ല. മുജാഹിദുകൾ ഒരു കാലത്തും ആരെയും സർക്കുലറിലേക്കോ അല്ലെങ്കിൽ സംഘടനാ ആസ്ഥാനത്തെ നിർദ്ദേശങ്ങളിലേക്കോ ക്ഷണിച്ചിട്ടില്ല. പക്ഷേ നമുക്കുറക്കെ, വീണ്ടും ഉറക്കെ, അതിലേറെ ഉറക്കെ പറയാൻ കഴിയും, നദുവത്തുൽ മുജാഹിദീൻ അതിന്റെ ഒന്നാമത്തെ പ്രസിഡന്റ് മുതൽ കയച്ച സർക്കുലറുകൾ മതവിരുദ്ധമായിരുന്നില്ല, അത് പ്രായോഗിക വിരുദ്ധമായിരുന്നില്ല, അത് പ്രവർത്തകരെ തമ്മിലടിപ്പിക്കുന്നതായിരുന്നില്ല. ഇന്ന് അയക്കുന്ന സർക്കുലറുകളാണ് ഇന്നത്തെ ഈ പ്രതിസന്ധി സൃഷ്ടിച്ചത്. KM മൗലവി അയച്ച സർക്കുലറുകളുടെ സ്ഥാനം മനസ്സിൽ വെക്കുന്നവരുടെ അടുത്തേക്ക് അയച്ച സർക്കുലറുകൾ മതവിരുദ്ധമാണ്, സംഘടനാ വിരുദ്ധമാണ്, പ്രവർത്തകരെ തമ്മിലടിപ്പിക്കുന്നതാണ്. സമയത്തിന്റെ പരിമിതി കൊണ്ട് ഞാൻ ഓടിച്ചു പറയട്ടെ. ഒന്ന്, ഈ ഇഷ്യൂസിന്റെ ആദ്യത്തിൽ വന്നൊരു സർക്കുലർ ഉണ്ട്, അത് ഏതായത്തിന്റെ അടിസ്ഥാനത്തിലാണ് തീരുമാനിക്കുകയെന്ന് മറുപടി പറയാനും പ്രതികരിക്കാനും വേണ്ടി മാത്രം, മറുപടി തൊഴിലാളികളുടെ ഉത്തരവാദിത്തം മാത്രം ഏറ്റെടുത്ത ചില സുഹൃത്തുക്കളുണ്ടല്ലോ, അവര് പറയട്ടെ, സക്കരിയ സ്വലാഹിയുടെ പരിപാടികളിൽ പങ്കെടുക്കരുത്, അവിടേക്ക് കേൾക്കാൻ പോകരുത് എന്ന സർക്കുലറി മുജാഹിദ് പ്രസ്ഥാന ചരിത്രത്തിലെ കറുത്ത പുള്ളികളിലെ രണ്ടാമത്തെ പുള്ളി എന്ന് ഞാൻ പറയും. ഒന്നാമത്തത് ഏതാണെന്ന് ഞാൻ വിശദീകരിക്കാം. എന്താ ഇത്? ഏതായത്തിന്റെ അടിസ്ഥാനത്തിലാണ് വിശദീകരിക്കുക? ഏത് നിരീശ്വരവാദി പ്രസംഗിക്കുമ്പോഴും, ഏത് ഖാദിയാനി പ്രസംഗിക്കുമ്പോഴും, ഏത് സമസ്തക്കാരൻ പ്രസംഗിക്കുമ്പോഴും അനുയായികൾ റോട്ടിലേക്ക് പ്രസംഗം കേൾക്കാൻ പോയാൽ മുട്ടുപിറക്കാത്ത പ്രസ്ഥാനമായിരുന്നു മുജാഹിദ് പ്രസ്ഥാനം. ഇത് മഹാസമ്മേളനങ്ങൾ വരുമ്പോ തൊട്ടടുത്തും അല്ലാത്ത സ്ഥലത്തൊക്കെ യോഗങ്ങൾ സംഘടിപ്പിച്ച് ആളുകളെ കേൾക്കുന്നതിൽ നിന്ന് തടയുന്നു മാത്രമല്ല, KM മൗലവി ദഅവത്തിന് വേണ്ടി ഉണ്ടാക്കിയ സർക്കുലർ എന്ന സിസ്റ്റത്തെ കേൾക്കാൻ പോകുന്നതിൽ നിന്ന് തടയാൻ വേണ്ടി അയച്ചു. തൊട്ടു പിന്നാലെ ഫോൺ സന്ദേശം. എന്താ? ആരെങ്കിലും പങ്കെടുത്തതായിട്ടുണ്ടെങ്കിൽ പങ്കെടുത്തവരുടെ പേര് വിവരങ്ങൾ മുജാഹിദ് സെന്ററിൽ അറിയിക്കണം. ഇതേത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണ്? ഞാൻ പറയാം. MSMന്റെ ജനറൽ സെക്രട്ടറി എന്ന നിലയ്ക്ക് ഞാൻ കൈപ്പറ്റിയ സർക്കുലറാണ് പെൺകുട്ടികളെ പ്രോഗ്രാമിൽ പങ്കെടുപ്പിക്കരുത് എന്നത്. അത് ആ കമ്മിറ്റിയിൽ തന്നെയുള്ള മുഹമ്മദ് മദനി ആ തീരുമാനം അറിഞ്ഞിട്ടില്ല. ആ കമ്മിറ്റിയിൽ തന്നെയുള്ള അബ്ദുറഹിമാൻ പാലത്തി ആ തീരുമാനം അറിഞ്ഞിട്ടില്ല എന്നതിന് എൻ്റെ അടുത്ത് നേർ സാക്ഷ്യങ്ങളുണ്ട്, നേരനുഭവങ്ങളുണ്ട്. സമയമുണ്ടാകുന്ന സന്ദർഭത്തിൽ വിശദീകരണങ്ങൾ ചോദിക്കണ സമയത്ത് ഞങ്ങൾ പറഞ്ഞോളാം. അല്ലേ, ഇങ്ങനത്തെ ഒരു സർക്കുലറിനെ കുറിച്ച് യോഗത്തിൽ സെക്രട്ടേറിയറ്റിലെ അംഗങ്ങൾക്ക് പോലും വിവരമില്ലാത്ത സർക്കുലറുകൾ കിട്ടിയിട്ടുണ്ട്. സംഘടനയിൽ നടക്കുന്നത് ചർച്ച ചെയ്തും ആലോചിച്ചും ചിന്തിച്ചുമല്ല. എറണാകുളത്ത് നിന്ന് ഈ വഴിക്കൊരു വണ്ടി അങ്ങോട്ട് പുറപ്പെടുന്നു, പത്തപ്പരിയത്ത് നിന്ന് വേറൊരു വണ്ടി കോഴിക്കോട്ടേക്ക് പുറപ്പെടുന്നു. ആ രണ്ട് ഫോണുകളിൽ സംസാരിക്കുന്നത് സർക്കുലറായി അയക്കാൻ അവിടെ ഉദ്യോഗസ്ഥരെ നിശ്ചയിച്ചിട്ടുണ്ട്, അവരയക്കുന്നു. അതുകൊണ്ട് കേവലമായ സർക്കുലറുകളുടെയും സംഘടനാ കമ്പാർട്ട്മെന്റിന്റെയും തലത്തിൽ നിന്നുകൊണ്ട് വിഷയത്തെ പഠിക്കുന്നിടത്ത് നിന്ന് നമുക്ക് മാറി ചിന്തിക്കാൻ സാധിക്കണം. പ്രിയപ്പെട്ടവരെ, ദഅവത്ത് മുടക്കുന്ന സർക്കുലറുകൾ എവിടെയൊക്കെ വന്നു? ദഅവത്ത് മുടക്കുന്ന സർക്കുലർ ഇൻസൈറ്റ് എക്സിബിഷന്റെമായി ബന്ധപ്പെട്ട് പെരിന്തൽമണ്ണയിലേക്ക് വന്നു. MSMന്റെ സംസ്ഥാന സമിതിക്ക്, ജില്ലാ ഘടകങ്ങൾക്ക്, മേഖലാ സമിതികൾക്ക് വന്ന സർക്കുലറുകൾ ചോദിച്ചാൽ കോപ്പി കയ്യിലില്ലെങ്കിൽ വേണ്ടവർക്ക് എത്തിക്കാൻ ഞങ്ങൾ റെഡിയാണ്. അതുകൊണ്ട് സംഘടനാ സർക്കുലർ എന്ന വൃത്തത്തിൽ നിന്ന് ഞാൻ സംഘടനയുടെ കൂടെയാണ് എന്ന് പറയുന്നവർ ഒന്ന് ആലോചിക്കണമെന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. രണ്ടാമത്തത് ശിർക്കാരോപണം. ശിർക്കാരോപണത്തിന് കൃത്യമായൊരു നാൾ വഴിയുണ്ട്.
2012 മുജാഹിദുകൾക്കിടയിൽ ശിർക്കുണ്ട് എന്ന വാദം വന്നത് എന്നാണ് ചില സുഹൃത്തുക്കൾ പറയുന്നത്. ഇന്ന് ശിർക്ക് ആരോപിക്കുന്നവരെ കൂടി ഉൾപ്പെടുത്തി 2002 ഓഗസ്റ്റ് 23 ആദ്യമായി ശിർക്കാരോപണം വന്നത്. അതിന് കാരണങ്ങളുണ്ട്. ഇസ്ലാമിലെ അടിസ്ഥാനപരമായ നിരവധി വിഷയങ്ങളെ മതത്തിന്റെ പുറത്തേക്കാക്കുന്ന വാദഗതികളുമായി മടവൂർ വിഭാഗം രംഗത്തു വന്നു. അവര് ഹദീസുകളോടുള്ള അവരുടെ സമീപനത്തിൽ ഹദീസ് നിഷേധികൾ സ്വീകരിച്ചൊരു ഹൈറാർക്കി ഉണ്ട്. ഹദീസിനെ ഇല്ലാതെയാക്കാൻ ആദ്യം റാവിമാരെ തള്ളുക, അബൂ ഹുറൈറ, ആയിഷ ബീവി അടങ്ങുന്ന റാവിമാരെ തള്ളുക, അവർ വിശ്വസ്തരല്ലെന്ന് പറയുക, അവരുടെ ലക്ഷക്കണക്കിന് ഹദീസുകൾ മതത്തിന്റെ പുറത്ത്. പിന്നെയോ ഖുർആനിന് വിരുദ്ധമായ ഹദീസ് സ്വീകരിക്കരുതെന്ന് പറയുക, അതുവഴി വീണ്ടും ആയിരക്കണക്കിന് ഹദീസുകൾ പുറത്ത്. ബുദ്ധിക്കെതിരായ ഹദീസുകൾ സ്വീകരിക്കരുതെന്ന് പറയുക, അതുവഴി വീണ്ടും ആയിരക്കണക്കിന് ഹദീസുകൾ പുറത്ത്. പിന്നെയോ ഖബറാഹാദുകൾ സ്വീകരിക്കരുതെന്ന് പറയുക, അതുവഴി വീണ്ടും ആയിരക്കണക്കിന് ഹദീസുകൾ പുറത്ത്. അവസാനം ബാക്കിയാകുന്ന 4-10 ഹദീസ് ഇനി എന്തിനാ ഹദീസ്, ഖുർആൻ പോരെ എന്ന് ചോദിക്കുക. ഈ ഒരു രീതിയിലേക്ക് അവർ പോയി. ബുദ്ധിക്കെതിരായ ഹദീസ് സ്വീകരിക്കരുതെന്ന് പറഞ്ഞു, അതേപോലെ ഖുർആനിനെതിരായ ഹദീസ് സ്വീകരിക്കരുതെന്ന് പറഞ്ഞു, ഖബറാഹാദ് സ്വീകരിക്കരുതെന്ന് പറഞ്ഞു. ഒരു സ്വഹാബി ഒരു സനദിൽ ഒറ്റപ്പെട്ടു, 50 താബിഈയുണ്ട്, ഹദീസ് ആഹാദാണ്. ഒരു 50 സ്വഹാബിയുണ്ട്, ഒരു താബിഈയുള്ളൂ, ഹദീസ് ആഹാദാണ്. ഇങ്ങനെയുള്ള ഹദീസുകൾ തള്ളിയതിലൂടെ ഖബറിൽ നടക്കുന്ന ചോദ്യത്തെ നിഷേധിക്കുന്നിടത്തേക്ക്, അദാബുൽ ഖബറിനെ നിഷേധിക്കുന്നിടത്തേക്ക്, സിറാത്തിനെ നിഷേധിക്കുന്നിടത്തേക്ക് മടവൂരി ഭാഗം എത്തുമ്പോ അന്ന് നമ്മൾ നല്ലൊരു പിടുത്തം പിടിച്ചു. ആ പിടുത്തത്തിൽ നിന്ന് രക്ഷപ്പെടാൻ അവരിട്ട ബോംബായിരുന്നു മുജാഹിദുകൾ ശിർക്കിലാണ് എന്നത്. സുഹൃത്തുക്കളെ, എനിക്ക് കാതുതരൂ നിങ്ങൾ. ഇതാദ്യത്തെ ആരോപണമല്ല. അന്ന് ആരോപണത്തിന് എന്ത് രേഖ ഉദ്ധരിച്ചോ ആ രേഖയല്ലാതെ ഒരു രേഖയും ഇപ്പോൾ ഉദ്ധരിക്കാനില്ല. അന്ന് ആരോപണത്തിന് എന്ത് ദുർവ്യാഖ്യാനം നടത്തേണ്ടി വന്നോ ആ ദുർവ്യാഖ്യാനമല്ലാതെ ഇന്നൊരു ദുർവ്യാഖ്യാനവും നടത്താൻ അവർക്കില്ല, ഇന്നുന്നയിക്കുന്നവർക്കുമില്ല. അന്ന് ആദ്യം പറഞ്ഞത് സിഹറാണ്. സിഹിർ പറയാനുള്ള കാരണം ജിന്നും മലക്കും അഭൗതികമാണെന്ന സലാം സുല്ലമിയുടെ വാദം മുഖാന്തിരം ജിന്നും മലക്കും അഭൗതികമാകുന്നത് കൊണ്ട് സിഹിറിൽ വിശ്വസിക്കുക വഴി, അഭൗതികമായ ഉപദ്രവത്തിൽ വിശ്വസിക്കുക വഴി അല്ലാഹു അല്ലാത്തവർക്ക് അഭൗതികമായ ഉപദ്രവങ്ങൾ വരുത്തിവെക്കാൻ കഴിയുമെന്ന് വിശ്വസിക്കുക വഴി ശിർക്കുണ്ടാകുന്നു എന്നവര് പറഞ്ഞപ്പോ ഒറ്റ ചോദ്യം കൊണ്ട് അവരുടെ ആശയത്തിന്റെ ഫീസ് നമ്മൾ ഊരി. എന്താ ആശയത്തിന്റെ ഫ്യൂസ് എങ്ങനെ? കേരള നദുവത്തുൽ മുശ്രിക്കീനാണോ മുജാഹിദ് പ്രസ്ഥാനം നമ്മൾ ചോദിച്ചു. എന്താ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഒന്നാമത്തെ പ്രസിഡന്റ് KM മൗലവി സാഹിബ്, മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഔദ്യോഗിക പരിഭാഷയുടെ ഏറ്റവും ശക്തമായി മുന്നിൽ പ്രവർത്തിച്ച മുഹമ്മദ് അമാനി മൗലവി, മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ സ്ഥാപക വൈസ് പ്രസിഡന്റ് PK മൂസ മൗലവി, മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ സ്ഥാപക ഭാരവാഹികളിൽപ്പെട്ട KP മുഹമ്മദ് മൗലവി സാഹിബ്, സെക്രട്ടറി ആയിരിക്കെ വൈസ് പ്രസിഡന്റായ ബഹുമാന്യനായ അലവി മൗലവി സാഹിബ്, മുജാഹിദ് പ്രസ്ഥാനത്തിൽ നിന്ന് ഏറ്റവും അവസാനം മരിച്ചു പിരിഞ്ഞ അള്ളാഹു അദ്ദേഹത്തിന്റെ ഖബറിടം വിശാലമാക്കി കൊടുക്കട്ടെ ഡോക്ടർ ഉസ്മാൻ സാഹിബ്, അതുപോലെ തന്നെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ജംഇയ്യത്തുൽ ഉലമയുടെ പ്രസിഡന്റായിരുന്ന ഉമർ മൗലവി, അതേപോലെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ സ്ഥാപക സെക്രട്ടറി NV അബ്ദുസ്സലാം മൗലവി, ഇവരൊക്കെ സമൂഹത്തോട് പറഞ്ഞ ആശയം സിഹറുണ്ട് എന്ന ആശയമാണ്. പിശാച് മനുഷ്യന്റെ മുഖ്യ ശത്രുവാണ് എന്ന ആശയമാണ്. കണ്ണേറ് ഉണ്ട് എന്ന ആശയമാണ്. അല്ലെങ്കിൽ പിന്നെ മനുഷ്യനെ ജിന്ന് ബാധിക്കും എന്ന ആശയമാണ്. ഈ ആശയ സാരാംശങ്ങൾ അതല്ല വിഘടിത ചേരിയുടെ ആശയ സാരാംശം. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഈ വിഷയങ്ങളിലെ ഔദ്യോഗിക നിലപാട്, ഔദ്യോഗിക സ്ഥാനങ്ങളിലിരുന്നവർ സ്വീകരിച്ച നിലപാട്, ഔദ്യോഗികമായി സംഘടനയെ നയിച്ചവർ സ്വീകരിച്ച നിലപാട്, സഞ്ചരിക്കാൻ നല്ല കാറും നല്ല റോഡും ഇല്ലാത്ത കാലത്ത്, AC ഓഫീസ് ഇല്ലാത്ത കാലത്ത്, ചെറ്റപ്പുരയിൽ പഴയ മുജാഹിദ് സെന്ററിൽ മുജാഹിദ് പ്രസ്ഥാനത്തെ നയിച്ചവർ സ്വീകരിച്ച ആദർശം സിഹിറിന്റെ വിഷയത്തിൽ സൂറത്തു ഫലഖിൽ അമാനി മൗലവിന്റെ തഫ്സീറിൽ 4-ാം വോള്യത്തിൽ, കണ്ണേറിന്റെ വിഷയം മുഹമ്മദ് അമാനി മൗലവിയുടെ ഇസ്ലാമിക ജീവിതം എന്ന പുസ്തകത്തിൽ, ജിന്നുബാധയുടെ വിഷയം അമാനി മൗലവിയുടെ വിശുദ്ധ ഖുർആൻ പരിഭാഷയിൽ, ഇതേപോലെ ഇങ്ങനെ ഏത് വിഷയത്തിലുമുള്ള ആശയ
സ്രോതസ്സുകൾ നമ്മൾ പുറത്തേക്കെടുത്തിട്ടപ്പോൾ മടവൂർ വിഭാഗത്തിന് അങ്ങ് പിന്നോട്ട് പോകേണ്ടി വന്നു. പക്ഷേ ഇതിനിടയിൽ സമസ്തക്കാർക്ക് കിട്ടേണ്ട ഒരു പോയിന്റ് കിട്ടി. ആ പോയിന്റ് എന്താണ്? അഭൗതികമായ കഴിവ് റബ്ബിന് മാത്രമുള്ളൂവെന്നും സൃഷ്ടികൾക്കില്ലെന്നും അഭൗതിക ഉപദ്രവം റബ്ബിൽ നിന്ന് മാത്രമേ വരികയുള്ളൂ എന്നും പറഞ്ഞ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആദർശത്തിന് ഇന്ന് നമ്മുടെ ആളുകൾ കത്തിവെച്ചതുപോലെ അന്ന് മടൂർ വിഭാഗം കത്തിവെച്ചു. എന്താ? ജിന്നിനെയും മലക്കിനെയും അഭൗതികമാക്കിയപ്പോൾ, അഭൗതിക ഉപദ്രവം ജിന്നിൽ നിന്ന് വരുമെന്ന് വിശ്വസിച്ചപ്പോൾ ചർച്ചകൾ ഉണ്ടായി. ചോദിച്ചു ഇവിടുത്തെ സമസ്തക്കാർ, പിശാചിന് മനുഷ്യനെ ഭൗതികോപദ്രവം നടത്താൻ കഴിയും, ഔലിയാക്കൾക്ക് കഴിയില്ല. അപ്പോൾ ഇഫ്രീത്തും പിശാചും നിങ്ങൾ പൂജിക്കുന്നു, അവർ ഔലിയാക്കളെക്കാളും വലുതാണോ എന്ന് ചോദിച്ചപ്പോ ബഹുമാനായ ജബ്ബാർ മൗലവിക്ക് ഈ വിഷയത്തിൽ വിശദീകരണം എഴുതേണ്ടി വന്നു. ജിന്നിന്റെയും മലക്കിന്റെയും കഴിവ് അദ്ദേഹത്തിന് ഇൽമു കൂടിയതുകൊണ്ട്, ഇൽമു എഴുതാൻ പൂതിയുള്ളത് കൊണ്ട്, എഴുതാൻ വേറെ വിഷയമില്ലാത്തത് കൊണ്ട് അദ്ദേഹം വലിച്ചിട്ടതല്ല. നേരെ മറിച്ച് ഇവിടെ മടൂർ വിഭാഗം ഉണ്ടാക്കിയ ആശയപരമായ വൈരുദ്ധ്യങ്ങൾ ഖുറാഫികൾ ഉപയോഗിച്ചപ്പോൾ അത് ക്ലിയർ ചെയ്യാൻ വേണ്ടി അദ്ദേഹം ഇതെടുത്ത് പുറത്തേക്കിട്ട് ചർച്ച ചെയ്ത് ക്ലിയർ ചെയ്ത് മുന്നോട്ട് പോയി. അതിലെ 4 വരി: സമസ്തക്കാർ നമ്മൾ മുശ്രിക്കുകളാണെന്ന് പറയുന്നു, അലിമദനി നമ്മൾ മുശ്രിക്കുകളാണെന്ന് പറയുന്നു, അനസ് മൗലവിയും കൂട്ടരും നമ്മൾ ശിർക്കിലേക്ക് എത്തിയിരിക്കുന്നു എന്ന് പറയുന്നു. 3 കൂട്ടർക്കും പറയാനുള്ളത് കഴിഞ്ഞ 10 വർഷം സമസ്തക്കാരും മടൂർ വിഭാഗവും വായിച്ച 4 വരികളാണ്. മുജാഹിദികൾക്കെതിരിൽ ശിർക്ക് ആരോപിക്കുന്നവരെ നിങ്ങൾ ആലോചിച്ചോളൂ. ഈ 4 വരികളല്ലാതെ മറ്റൊന്നും നിങ്ങൾക്കില്ല. ഈ 4 വരി വന്നപ്പോൾ മുജാഹിദ് പ്രസ്ഥാനം എന്ത് ചെയ്തു? മുജാഹിദ് പ്രസ്ഥാനം ഇതിനെ കൂട്ടമായി പ്രതിരോധിച്ചു. എന്റെ സുഹൃത്ത് അനസ് മൗലവി പറഞ്ഞു, ജബ്ബാർ മൗലവി എഴുതിയതിൽ ശിർക്കുണ്ടെങ്കിൽ, മുജാഹിദുകൾ ജിന്നിനോട് പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ ഇതാ അത് തെളിയിച്ചാൽ ഞാൻ എന്റെ പ്രഭാഷണ പരിപാടി സ്റ്റേജിൽ കയറാൻ ഞാൻ നിർത്തും. ഹനീഫ് കായക്കൊടി പറഞ്ഞു, നിങ്ങളത് തെളിയിച്ചാൽ ഞങ്ങളുടെ പള്ളിയുടെ താക്കോൽ നിങ്ങൾ ഓഫീസിൽ കൊണ്ടുവന്നു തരും. മുജാഹിദ് പ്രസ്ഥാനത്തിലെ ഈ പ്രശ്നങ്ങളുടെ മുഴുവൻ കാരണമായ 2011 ജൂൺ 5 യോഗത്തിൽ പോലും അബ്ദുറഹിമാൻ സലഫി പറഞ്ഞതിന്റെ വോയിസ് പുറത്തു വന്നല്ലോ മുജാഹിദുകളെ. ഹനീഫ് കായക്കൊടിയുടെ പോക്കറ്റിലിട്ട് സ്വകാര്യമായി അദ്ദേഹം റെക്കോർഡ് ചെയ്ത വോയിസ് എങ്ങനെ പുറത്തു വന്നു? ഈ പ്രസ്ഥാനത്തെ റബ്ബ് രക്ഷിക്കുമെന്നതിന്റെ വ്യക്തമായ സൂചനയാണത്. അതിൽ ബഹുമാനായ അബ്ദുറഹിമാൻ സലഫി പറഞ്ഞത് എന്താണെന്നറിയുമോ? ജബ്ബാർ മൗലവി എഴുതിയത് ശിർക്കാക്കാൻ പ്രയാസമാണ്, അത് ശിർക്കിലേക്ക് എത്തുന്ന കാര്യമാണ്, അത് തന്നെയാണ് വസീലത്തു ശിർക്ക്. ഇനിയോ ജിന്നിന് ജിന്നിന്റെ കഴിവുണ്ട്, മലക്കിന് മലക്കിന്റെ കഴിവുണ്ട്. പൂർണ്ണമായി ഞാൻ വായിച്ചിട്ടുണ്ട്. പൂർണ്ണമായി വായിച്ചാൽ ഒരു പ്രശ്നമല്ല, ലാബ് ടെക്നീഷ്യന്റെ പണിക്ക് പോണ്ട. ജബ്ബാർ മൗലവി എഴുതിയത് ശിർക്കാക്കാൻ പ്രയാസമാണ്, അവിടെ ഞങ്ങളും നിൽക്കുന്നു. നിങ്ങൾ 2011 ജൂൺ 5 യോഗത്തിൽ നട്ടുച്ച നേരത്ത് രഹസ്യമായി പറഞ്ഞ കാര്യം, ഇപ്പോൾ പരസ്യമായി പറഞ്ഞ കാര്യം, അവിടെ ഞങ്ങൾ നിൽക്കുന്നു. എന്നാൽ നിങ്ങൾക്ക് മാറേണ്ടി വന്നു. സമസ്തക്കാരോട് പോരടിച്ചു നിന്നു നമ്മൾ, അല്ലേ? ഇവിടുത്തെ മടവൂർ വിഭാഗത്തിനെതിരിൽ പ്രോഗ്രാമുകൾ സംഘടിപ്പിച്ചു നമ്മൾ. ബാപ്പയും മക്കളും തെറ്റിക്കരഞ്ഞുകൊണ്ടിരിക്കുന്നത് കാണേണ്ടി വന്നു നമ്മൾ. ഈ പ്രതിരോധങ്ങൾ തീർത്ത് ജബ്ബാർ മൗലവി എഴുതിയതിൽ ശിർക്കില്ല, അഭൗതികതയില്ലെന്ന് പറഞ്ഞവർ ഒരു ദിവസം പെട്ടെന്ന് മാറിയിട്ട് TP തന്നെ പ്രഖ്യാപിക്കുന്നു, മുജാഹിദുകൾ അല്ലാഹുവല്ലാത്തവരോട് പ്രാർത്ഥിക്കാമോ ഇല്ലയോ എന്ന ചർച്ചയിലേക്ക് പോയിരിക്കുന്നു എന്ന്. അതല്ലേ മടവൂർ വിഭാഗം പറഞ്ഞത്? അതല്ലായിരുന്നു അവരുമായി ബന്ധപ്പെട്ട 10 വർഷത്തെ ചർച്ചയിലെ സുപ്രധാന വിഷയം? അവർക്ക് പറയാൻ മിമ്പർ കൊടുക്കരുതേ എന്നതുകൊണ്ടല്ലേ ലക്ഷങ്ങൾ മുടക്കി സുപ്രീം കോടതിയിൽ പോയി കേസ് ജയിച്ച് വിജയാഹ്ലാദ പ്രകടനങ്ങൾ നമ്മൾ നടത്തിയത്? നമ്മുടെ കേസുകളുടെ ലോ പോയിന്റ്സിലെ ലൂപ്പ് ഹോൾസ് ഉപയോഗപ്പെടുത്തിയപ്പോൾ പ്രസ് കോൺഫറൻസുകൾ വിളിച്ചത് അതിന്റെ പേരിലല്ലേ? പോലീസിന്റെ ലാത്തിയടി കൊണ്ടത്. എന്നിട്ട് എന്തേ TP അന്ന് പറയാതിരുന്നത് എന്ന് നമ്മൾ ചോദിച്ചുകൊണ്ടേയിരുന്നു. ജബ്ബാർ മൗലവി മക്കയിൽ വിഗ്രഹാരാധന കൊണ്ടുവന്ന വ്യക്തിയെ പോലെയാണെന്ന് ഇതാ പെട്ടെന്നൊരു ദിവസം പറയുന്നു. ഇതാ ജബ്ബാർ മൗലവിക്ക് ജിന്നിനോട് തേടാമെന്ന അഭിപ്രായമുണ്ടെന്ന് പറയുന്നു. മുജാഹിദുകളിൽപ്പെട്ട ചിലർ അള്ളാഹുവിനെ പോലെ കഴിവ് പിശാചിനുണ്ട് എന്ന് പിന്നെ വിശ്വസിക്കുന്നവരുണ്ടെന്ന് TP തന്നെ പ്രഖ്യാപിക്കുന്നു. ഓരോന്നിന്റെയും വീഡിയോ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ലഭ്യമാണ്. നിങ്ങൾ കാണുക, നിങ്ങൾ പരിശോധിക്കുക. എവിടെ നിന്ന് കിട്ടി പുതിയ വഹി? എവിടെ നിന്ന് കിട്ടി പുതിയ വഹി? ഞങ്ങൾക്കറിയാം ആ വഹിന്റെ വഴി, ആ വഹിന്റെ വഴി ഞങ്ങൾക്കറിയാം.
പ്രസ് കോൺഫറൻസ് നടത്തി. മുജാഹിദ് പ്രസ്ഥാനത്തിലേക്ക് കടന്നു വന്ന ആകെ ഒരൊറ്റാളേ ഉള്ളൂ മുജാഹിദ് പ്രസ്ഥാന ചരിത്രത്തിൽ. AP അബ്ദുൽ ഖാദർ മൗലവി പള്ളി ദർസിലോതി കിതാബോദി മുജാഹിദ് പ്രസ്ഥാനത്തിലേക്ക് വന്ന ആളാണ്. ഈ പ്രസ്ഥാനത്തിലെ ആയിരക്കണക്കിന് മെമ്പർമാർ അത്രക്കാരാണ്. ആരും പ്രസ് കോൺഫറൻസ് നടത്തിയല്ല വന്നത്, മറിച്ച് മുജാഹിദ് പ്രസ്ഥാനത്തിലേക്ക് പ്രസ് കോൺഫറൻസ് നടത്തി നാസർ സുല്ലമി കടന്നു വരുന്നു. നാസർ സുല്ലമി കടന്നു വന്നത് തൗഹീദിൽ നിന്ന് ശിർക്കിലേക്കായിരുന്നു അദ്ദേഹത്തിന്റെ ഭാഷയനുസരിച്ച്. മടൂരി ഭാഗം ഇന്നെന്തു പറഞ്ഞുകൊണ്ടിരിക്കുന്നു അതേ കാര്യം ഇന്ന് നമ്മുടെ ആളുകൾ നമ്മുടെ വേദിയിൽ നിന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. എങ്കിൽ സുഹൃത്തുക്കളെ, ആ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമുണ്ടല്ലോ, അത് പറയാൻ വേണ്ടി തൗഹീദിൽ നിന്ന് അഥവാ മടവൂരിസത്തിൽ നിന്ന് ശിർക്കിലേക്ക് അഥവാ KNM-ലേക്ക് വന്നവർ നിങ്ങൾ കൃത്യമായി കാണുക. അന്ന് ചെയ്ത പണികൾ ഓരോന്നും ഇന്ന് നമ്മുടെ ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. അവസാനം ഞെട്ടിക്കുന്ന ഒരു വാർത്ത കിട്ടി. എന്താ? TP അബ്ദുള്ള കോയ മദനി തന്നെ പറഞ്ഞു. എന്താ അദ്ദേഹം പറഞ്ഞത്? മുജാഹിദുകൾ ശിർക്കിലാണ്. 5 വർഷം മുമ്പ് എനിക്കറിയാമായിരുന്നു. സത്യധാരാ പത്രത്തിന് കൊടുത്ത ഈ അഭിമുഖത്തെ കുറിച്ച് എന്തുകൊണ്ട് കേരളത്തോട് മിണ്ടാൻ ബഹുമാനായ TP അങ്ങേക്ക് പറ്റുന്നില്ല? CP-യും സലാം സുല്ലമിയും ഹുസൈൻ മടവൂരും ഇർഫാദിനും സെൻസിങ്ങിനും വാർത്ത കൊടുത്തപ്പോൾ, അഭിമുഖം കൊടുത്തപ്പോൾ കലിതുള്ളി ആകാശത്തേക്ക് അത് ഉയർത്തി വീശിയടിച്ചിരുന്ന ചില യുവപ്രഭാഷകർ അവരുടെ നാവാരാണ് പൂട്ടിയിട്ടത്? അവരെന്താണ് മിണ്ടാത്തത്? അവരെന്താണ് ജനങ്ങളോട് ഈ കാര്യത്തിൽ ഒരു വരി മിണ്ടാത്തത്? TP 5 വർഷം മുമ്പ് ഇത് ശിർക്കാണെന്ന് നിങ്ങൾക്ക് അഭിപ്രായമുണ്ടെന്ന് ആഴ്ചയിൽ 4 വട്ടം നിങ്ങളുടെ ചേംബറിൽ വന്ന ഞങ്ങളോട് നിങ്ങൾ പറഞ്ഞിട്ടില്ല. ഞങ്ങളുടെ കൗൺസിലുകളിൽ വന്നപ്പോൾ നിങ്ങൾ പറഞ്ഞിട്ടില്ല. വേണ്ട, കടലുണ്ടിയിലെ മദ്രസയിൽ വിട്ടുപോകുന്ന ബാലവേദി കുട്ടിയെ വിളിച്ച് മോനെ ജബ്ബാർ മൗലവി എഴുതിയത് ശിർക്കാണെന്ന് നിങ്ങൾ പറഞ്ഞിരുന്നെങ്കിൽ അവര് ബേജാറോടുകൂടെ ഞങ്ങളെടുത്ത് വന്ന് പറയുമായിരുന്നു. കാരണം ഉമ്മയുടെ കൈകളിൽ നിന്ന് ബാലവേദിയുടെ കളിപ്പാട്ടങ്ങളിലേക്ക് കിട്ടിയപ്പോൾ തന്നെ ഞങ്ങൾ അവരെ തൗഹീദ് പഠിപ്പിച്ചിട്ടുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഉറക്കത്തിലും ഉണർച്ചയിലും ചൊല്ലണമെന്ന പാട്ട് പഠിപ്പിച്ചു തുടങ്ങിയതാണ് അവർക്കുള്ള തൗഹീദും അവർക്കുള്ള കാര്യങ്ങളും. അതുപോലും നിങ്ങൾ പറഞ്ഞില്ല. നിങ്ങളത് പറഞ്ഞത് സത്യധാരാ പത്രക്കാരനോടാണ് അല്ലേ? നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾക്ക് ബൈപ്പാസ് സർജറി കോയമ്പത്തൂരിൽ നടക്കുമ്പോ അല്ലെങ്കിൽ അവിടെയുള്ള ആശുപത്രിയിൽ നടക്കുമ്പോ ഹറമിലേക്ക് പോയി പ്രാർത്ഥിക്കാൻ മെസ്സേജ് അയച്ച പ്രവർത്തകർ മുജാഹിദ് പ്രസ്ഥാനത്തിലുണ്ട്. നമ്മുടെ TP-യുടെ ഓപ്പറേഷൻ ഇതാ തുടങ്ങാൻ പോവുകയാണ്. നിങ്ങൾ ഹറമിൽ പോയി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ പ്രവർത്തകരുണ്ട്. അവരോട് പറയാത്തത് തെറ്റായിപ്പോയി. അറിയാം ഞങ്ങൾക്ക് ഇതിന്റെ കാരണം എന്താണെന്ന്. അതിന് 10 വർഷം പിന്നിലേക്ക് പോകണം. ഒരു ദിവസം പറഞ്ഞതൊക്കെ മാറ്റി പറഞ്ഞ് നന്ദി ദാറുസലാമിൽ താക്കോല് കൊണ്ടുപോയി കൊടുക്കാമെന്ന വാഗ്ദാനം പാലിക്കേണ്ടിടത്തേക്ക് ഹനീഫ് കായക്കൊടി എത്തി. സ്റ്റേജിൽ കയറാൻ പറ്റാത്തിടത്തേക്ക് അനസ് മൗലവി എത്തി. പറഞ്ഞതൊക്കെ മാറ്റി പറയേണ്ടിടത്തേക്ക് എത്തി. കാരണം ഞങ്ങൾക്കറിയാം. 4 ഫാക്ടറികൾ ഇവിടെ വർക്ക് ചെയ്തിട്ടുണ്ട്. 10 കൊല്ലം ശക്തമായ ദഅവ നടന്നു. ദഅവത്തിന്റെ വാതിലുകൾ തുറന്നു. പള്ളിമുറ്റത്ത് നിന്ന് എല്ലാ ദിവസവും 25, 30, 40 കിലോമീറ്ററിൽ എവിടെയാണ് പരിപാടിയെന്ന് ഇവിടുത്തെ ഫോണുകളിലുള്ള ഗ്രൂപ്പ് മെസ്സേജുകളിൽ നിന്ന് മനസ്സിലാക്കി പണ്ഡിതന്മാരെ വിളിച്ചുറപ്പിച്ച് എല്ലാ പള്ളിന്റെയും മുറ്റത്ത് നിന്ന് വണ്ടി കയറി പോകുന്ന ഒരു ടീമും ഒരു പരിപാടിക്കും പോകാതെ നിസ്കാരം കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുന്ന ഒരു ടീമും ഉണ്ടായി. അവരൊന്നും കേൾക്കാറില്ല, അവരൊന്നും പഠിക്കാറില്ല. പുതിയ വിഷയങ്ങൾ പഠിക്കുന്ന നോട്ടീസുകൾ ഒട്ടി അതുമായിട്ട് മുന്നോട്ട് പോയി. അവരുടെ ജീവിതം സമ്പൂർണമായി മാറി, ശൈലി മാറി, സ്വഭാവം മാറി. താടി വളർന്നു. മുഖത്തല്ല വളർന്നത്, ഹൃദയത്തിൽ നിന്ന് താടി വളർന്നു. അങ്ങനത്തെ ഒരു ടീമുണ്ടായി. പഠിക്കാത്തൊരു ടീമുണ്ടായി. മുന്നോട്ട് പോയപ്പോ 3-മത്തെ ടീം ഞാൻ നടത്തിയിരുന്ന ഗണ്ണന പ്രസംഗം മുഴുവൻ ഏറ്റെടുത്ത വേറെ ആരോ ഉണ്ടോ? അതല്ല, എനിക്കിപ്പോ സംവാദത്തിന്റെ ഒന്നും വേദികളിൽ പ്രത്യക്ഷപ്പെടാൻ പറ്റണില്ലേ എന്ന് ചിന്തിക്കുന്ന 1, 2, 3 വ്യക്തികളുണ്ടായി. 3, 4, 10 കൊല്ലം വല്ല സംഘടനാ ശേഷിയും ബാക്കിയിരുന്നെങ്കിൽ ആ ബാക്കിയിരുന്ന സംഘടനാ ശേഷി ഉപയോഗിച്ച് പ്രസ്ഥാനത്തെ കുത്താൻ പണിയെടുത്ത മടവൂരികളുണ്ടായി. 5 ആ മടവൂരികൾ നിരാശരായി ആയുധം വെച്ചപ്പോൾ അവര് കടം കൊടുത്ത ആയുധവുമായി മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഭദ്രമായ കോട്ടയിലേക്ക് പത്രസമ്മേളനം നടത്തിയും അല്ലാതെയും കടന്നു വന്ന ചാരന്മാരുമുണ്ടായി. ഈ 4 ഫാക്ടറികൾക്കിടയിൽ നിന്ന് വേണം പ്രസ്ഥാനത്തിലെ പ്രതിസന്ധിയെ പഠിക്കാൻ. എന്ത് സംഭവിച്ചു? പഠിച്ചും ചിന്തിച്ചും ഒരു വിഭാഗം മുന്നോട്ട് പോയപ്പോ
കുട്ടികളെ പാന്റ് എങ്ങനെ പൊങ്ങണ്, താടി ഇങ്ങനെ താവണ്, എവിടുക്കാ പോക്ക്? ജിന്നുബാധയോ സിഹ്റോ? ഇതൊക്കെ എന്താ പുതിയ ഹദീസാണല്ലോ കേൾക്കണത്. ഈ സംസാരം മുതലാക്കാൻ ചിലർ തീരുമാനിച്ചു. അവരാരാ? എന്റെ കയ്യിലേക്ക് പൊന്നില്ലേ, എന്നാരും പരിപാടിക്ക് വിളിക്കണില്ലേ എന്ന് ചിന്തിക്കുന്നവർ. മനസ്സിലുള്ളത് എങ്ങനെ നിങ്ങൾക്ക് പറയാൻ പറ്റുമെന്നാണ് നിങ്ങളെ സംശയം? മനസ്സിലുള്ളത് ഒരാൾ തുറന്നു പറഞ്ഞാൽ എനിക്ക് കേൾക്കാലോ. ഞാൻ ഒരല്പം വിഷമത്തോടു കൂടെ ബഹുമാനായ അബ്ദുറഹ്മാൻ സലഫിയുടെ പേര് പറയട്ടെ. പേര് പറഞ്ഞതിൽ വേറെ വിഷമമൊന്നും ഉണ്ടായിട്ടല്ല, വ്യക്തികളുടെ അടുത്തേക്ക് വല്ലാതെ പോയി അവരെ അനലൈസ് ചെയ്യാന്നുള്ളത് നമ്മുടെ ഒന്നും ഒരു ശൈലിയല്ലല്ലോ. പക്ഷേ പറയേണ്ടത് മുജാഹിദ് പ്രസ്ഥാനത്തിന് വേണ്ടി പറയേണ്ടത് പറയാണ്. മുജാഹിദുകൾ സാൽവേഷൻ കഴിഞ്ഞ് അടുത്ത പരിപാടി കിട്ടി, അതിന്റെ ഓട്ടത്തിലായിരുന്നു. സാൽവേഷൻ കഴിഞ്ഞ് ബസിന്റെ സൈഡ് സീറ്റിലിരുന്ന് മടങ്ങുമ്പോൾ കുളിർക്കാറ്റടിക്കുന്ന രാത്രിയിൽ അടുത്ത ദൗത്യം കിട്ടിയ ആവേശത്തിൽ പോകുന്ന മുജാഹിദുകൾ ഫീൽഡിൽ കടം കയറിയ സംഘടനാ അക്കൗണ്ടുകൾ നോക്കാതെ പോസ്റ്റർ നോട്ടീസും കൊണ്ട് ഫീൽഡിൽ സജീവമാകുമ്പോ അതിന്റെ തൊട്ടടുത്ത മാസങ്ങളിൽ ജാമിഅ നദവിയുടെ മാർബിൾ വിരിച്ച ലൈബ്രറിയുടെ പടിയിൽ നിന്ന് സലഫി എന്നോട് പറഞ്ഞ വാചകം റബ്ബിനെ സാക്ഷി നിർത്തി ഞാൻ പറയാണ്, സക്കരിയാനെ ഇനി വെച്ചുകൊണ്ട് നിന്നാൽ ശരിയാകൂല, സക്കരിയാനെ പുറത്താക്കണം. ഞാൻ ഞെട്ടി. എൻ്റെ ഉസ്താദാണ് സക്കരിയ സ്വലായി, ഒരർത്ഥത്തിൽ സലഫിയും. ഇത് ഒരു സൂചനയാണ്. ഞാൻ ആരോടും പറഞ്ഞില്ല. ഞാൻ അദ്ദേഹത്തോട് കുറച്ച് രൂക്ഷമായി സംസാരിച്ചു. എന്നെ റൂമിലേക്ക് വിളിച്ചു. എന്നിട്ട് പലതും പറഞ്ഞതൊക്കെ കൈലർ അപകട. അടുത്ത ഇര CP സലീം, അതിന്റെ അടുത്ത ഇര സയ്യിദ് മുഹമ്മദ് ഷാക്കിർ, അതിന്റെ ഇപ്പുറത്തെ ഇര ഹാരിസ് ബിൻ സലീം, ISMന്റെ സ്റ്റേറ്റ് കമ്മിറ്റി മൊത്തം ഒന്നോ രണ്ടാള് ഒഴികെ ബാക്കി എല്ലാവരും. ഞാൻ അസ്വസ്ഥനായി. ഇന്നത്തതിൽ നിന്ന് 6, 7, 8 ഒക്കെ വയസ്സ് പിന്നിലുള്ള അന്ന് തീരുമാനിച്ചു ആരോടും പറയില്ല. പക്ഷേ ഞാനേറെ സ്നേഹിക്കുന്ന എൻ്റെ ഏറ്റവും അടുത്ത ബന്ധമുള്ള ഭാരവാഹി എന്ന നിലക്ക് കൂടി TK അഷ്റഫിനെ വിളിച്ച് വിഷയം പറഞ്ഞു. ISMനെ സംബന്ധിച്ച് ഇങ്ങനെ കംപ്ലൈന്റ് ഉണ്ട്, സക്കരിയ മൗലവിയെ കുറിച്ച് ഇങ്ങനെ കംപ്ലൈന്റ് ഉണ്ട്. ചിത്രത്തിൽ നിന്ന് ഞാൻ മാറി. എന്നിട്ട് ബഹുമാനായ സക്കരിയ സ്വലാഹി ജാമിഅ നദവിയിലെ കുട്ടികൾ ഒരു രാത്രി ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന നേരത്ത് സലഫിയുടെ റൂമിൽ വന്നിരുന്നല്ലോ. എന്തിനായിരുന്നു സലഫി അദ്ദേഹം വന്നത് നിങ്ങൾക്ക് പറയാമോ? നിങ്ങൾ ഉണ്ടാക്കിയ ചർച്ചയിൽ നിന്നല്ലേ, നിങ്ങളെ വാചകത്തിൽ നിന്നല്ലേ വന്നത്? സക്കരിയ മൗലവിയും സലഫിയും രാത്രി ദീർഘം ഇരുന്ന് സംസാരിച്ചു. മുജാഹിദുകൾ അവരുടെ വീട്ടിൽ ഉറങ്ങുകയാണ്, ചിലർ പോസ്റ്റർ ഒട്ടിക്കുകയാണ്, ചിലർ യോഗം കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുകയാണ്, ചിലർ അവരുടെ ബാക്കിയുള്ള കാര്യങ്ങളിലാണ്. അപ്പൊ രണ്ടുപേരും ചർച്ച നടത്തി. രണ്ടുപേരും കൈകൊടുത്ത് കെട്ടിപ്പിടിച്ചു പിരിഞ്ഞു. തീരുമെന്ന് നമ്മൾ വിചാരിച്ചു. ഇല്ല, പിന്നെയും സലഫി പലതും പറഞ്ഞുകൊണ്ടിരുന്നു. ISMന്റെ സംസ്ഥാന സമിതി കൊണ്ടോട്ടി ആ പള്ളിയിൽ യോഗം ചേർന്നു അല്ലേ? ഇതൊക്കെ അന്ന് നടന്നതാ. ഈ പറയുന്ന അസംതൃപ്തി എന്നോട് മാത്രല്ല, എന്റെ സുഹൃത്ത് തൊൽഹ എന്നെ വിളിച്ചു. എന്താണ് സലഫി ഇങ്ങനെയൊക്കെ പറയുന്നത്? ഹുസൈൻ സലഫി അദ്ദേഹം മക്കയിലെ മുശ്രിക്കിനെ വെള്ളപൂശുകയാണ് നാദാപുരത്തി എന്ന് അദ്ദേഹം പറഞ്ഞു. ആരിസ് കാക്കും കുഴപ്പം, സലീം കാക്കും കുഴപ്പം, എന്താ പ്രശ്നം? ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, നീ കേട്ടിട്ടില്ല, നീ അറിഞ്ഞിട്ടില്ല, ഇനി വേറെ ആളോട് പറയില്ല, മിണ്ടാൻ പാടില്ല, നിർത്തിവെച്ചോ. കാരണം എന്താ അറിയോ? അറിയാം നമുക്ക് ഈ പ്രസ്ഥാനത്തിലെ പാവങ്ങളെ, അല്ലേ, ഈ പ്രസ്ഥാനത്തിലെ പാവങ്ങളെ ഏറ്റ പരിപാടിക്ക് വരാത്ത ഒരു പ്രഭാഷകനെ കുറിച്ച് താനൂരിൽ നിന്ന് ഒരു ആളെന്നെ വിളിച്ചു. ഞങ്ങൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ കടലിൽ തോണി തുഴഞ്ഞ് പിടിക്കുന്ന മത്സ്യം വിറ്റ് കിട്ടുന്ന ക്യാഷ് കൊണ്ടാണ് ഞങ്ങൾ പരിപാടി വെക്കുന്നത്. അറിയാം അങ്ങനത്തെ ചില ഫോൺ സംഭാഷണങ്ങൾ. ഇതൊക്കെ അറിഞ്ഞപ്പോ ഉള്ളിൽ വെച്ച് പരിഹരിക്കാനുള്ള ശ്രമങ്ങളിലാണ് നമ്മളൊക്കെ നിരന്തരം ഇടപെട്ടത്. കാരണം ആ ഫോൺ സംഭാഷണം കാതിൽ മുടങ്ങും. വേറെ ചില സുഹൃത്തുക്കളെയും ചില ആളുകളെയും നമുക്കറിയും അല്ലേ? ഇതുകൊണ്ട് തന്നെ സംഘടനയിൽ പൊതുവെ വിഷയങ്ങൾ പഠിക്കാത്ത ആളുകളും തമ്മിലുള്ള ഒരു സ്വാഭാവികമായ കൂട്ടായ്മ ജനിക്കുകയാണ്. അവിടെ മടവൂരികൾ അയച്ച ചാരന്മാരെ കൂടെ ഉപയോഗപ്പെടുത്തി. KKP അബ്ദുള്ള എന്ന് പറയുന്ന സുഹൃത്ത്, അദ്ദേഹം മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ ഏറ്റവും ഉന്നതമായ ബോഡിയിൽ, കൗൺസിലിൽ അദ്ദേഹം CD വിതരണം ചെയ്യുന്നു. മടവൂരികൾ ഉണ്ടാക്കിയ CD, മടവൂർ വിഭാഗം ഉണ്ടാക്കിയ CD. അതിൻ്റെ അടിസ്ഥാനത്തിൽ 28/1/2011
ശാഖയിൽ നിന്ന് അദ്ദേഹത്തെ നീക്കം ചെയ്യാൻ ശാഖാസമിതി തീരുമാനിച്ചു. 27/2/2011 മേഘയിൽ നിന്ന് അദ്ദേഹത്തെ നീക്കം ചെയ്യാൻ തീരുമാനിച്ചു. ഇതൊക്കെ അറിഞ്ഞിരിക്കെ 5/6/2011 അബ്ദുറഹ്മാൻ സലഫി വിളിച്ചു ചേർത്ത മുജാഹിദ് പ്രസ്ഥാനത്തെ തകർക്കാൻ കാരണമായ ഗ്രൂപ്പ് യോഗത്തിൽ KKP അബ്ദുള്ള പങ്കെടുക്കുകയും ചെയ്തു. 2 കീഴ്ഘടകങ്ങൾ പുറത്താക്കി എന്ന തീരുമാനം മേൽഘടകങ്ങൾക്ക് കൈമാറിയ അംഗീകാരത്തിന് സമർപ്പിച്ച വ്യക്തിയെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഗ്രൂപ്പ് യോഗം നടന്നു. അത് നോക്കാതെ സംഘടന അതിന്റെ നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോയി. 17/7/2011 ജില്ലാ ISM സമിതി പുറത്താക്കി. 31/7/2011 കണ്ണൂരിൽ ചേർന്ന സംയുക്ത യോഗത്തിൽ മറ്റൊരു വിവരം കൂടി കിട്ടി. KKP അബ്ദുള്ള മടവൂർ വിഭാഗം കൊടുത്ത ഒരു പുസ്തകം തന്റെ പേരിൽ പ്രസിദ്ധീകരിക്കാൻ പോകുന്നു. പുസ്തകം പൊക്കി കാണിച്ച് അദ്ദേഹത്തെ ശാസിച്ചും ശകാരിച്ചും ഇത് പുറത്തുവിടരുതെന്ന് സംയുക്തമായി യോഗം ആവശ്യപ്പെട്ടു. പക്ഷേ പുസ്തകം പുറത്തു വന്നു. അദ്ദേഹത്തിന്റെ പേരിന്റെ കൂടെ ISMന്റെ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗമെന്ന ഡെസിഗ്നേഷൻ ഉണ്ടായി. ഷബാബ് 3 പേജുകളിൽ അതിനെ പ്രശംസിച്ചു. ആ സന്ദർഭത്തിലാണ് അദ്ദേഹത്തിന് മെമ്പർഷിപ്പ് കൊടുക്കാൻ വേണ്ടി പ്രൊഫസർ അബ്ദു സാഹിബിന്റെ കത്തും പിന്നാലെ അദ്ദേഹത്തിന്റെ വിളിയും മണ്ഡലം കമ്മിറ്റിക്ക് എത്തുന്നത്. മണ്ഡലം കമ്മിറ്റി അദ്ദേഹത്തിന്റെ മഞ്ഞ പുസ്തകത്തെക്കുറിച്ചും അദ്ദേഹത്തിന്റെ മടവൂർ ബന്ധത്തെക്കുറിച്ചുമൊക്കെ ശക്തമായി പ്രവർത്തകർ സംസാരിച്ചപ്പോഴും പ്രൊഫസർ അബ്ദു സാറ് ഈ വിഷയത്തിൽ തന്നെ ഉറച്ചു നിന്നതാണ് കണ്ടത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ 29/9/2011 ബഹുമാനായ KNMന്റെ കൗൺസിലറായ ഇസ്മായിൽ കിണവക്കൽ എന്ന സുഹൃത്ത്, ബഹുമാന്യ സുഹൃത്ത്, അദ്ദേഹത്തിന്റെ കുടുംബത്തെയും അദ്ദേഹത്തിന്റെ മക്കളെയും കൊണ്ടുവരാം, ഇയാള് മടവൂർ വിഭാഗത്തിന്റെ CD വിതരണം ചെയ്തിട്ടുണ്ട് എന്നതിന് ഞാൻ സാക്ഷി പറയാമെന്ന് AP അബ്ദുൽ ഖാദർ മൗലവിക്ക് കത്തെഴുതി. ഞാൻ അതിന്റെ വിശദമായ ഡീറ്റെയിൽസിലേക്ക് പോവുകയല്ല. KKP അബ്ദുള്ള വിരാജിച്ചു. KKPയുടെ മേലെ ആരും കൈവച്ചില്ല. എന്നാലോ KKP അബ്ദുള്ളയെ സംബന്ധിച്ച് 28/10/2011 ജംഇയ്യത്തുൽ ഉലമയുടെ യോഗത്തിൽ അവസാനം പ്രഖ്യാപനമുണ്ടായി. എന്താ? ഇയാൾ ചാരനാണ്. 1, ഗൂഢസംഘത്തിലെ കണ്ണിയാണ്. 2, ഇയാളുടെ മഞ്ഞ പുസ്തകം നീല പുസ്തകമെന്ന അന്നത്തെ മടവൂർ വിഭാഗത്തിന്റെ ISMലെ 32 പേർക്കെതിരിൽ നടപടി സ്വീകരിക്കാൻ കാരണമായ പുസ്തകത്തിന് തുല്യമാണ് എന്ന സംഘടനാ പ്രഖ്യാപനമുണ്ടായി. എന്നിട്ടും ചാരനായി ജംഇയ്യത്തുൽ ഉലമ പ്രഖ്യാപിച്ച വ്യക്തിക്ക് 6 മാസം മിമ്പർ, മുജാഹിദുകൾക്കെതിരിൽ ശിർക്കാരോപിക്കുന്ന പുസ്തകം എഴുതിയ വ്യക്തിക്ക് 6 മാസം മിമ്പർ വീണ്ടും അനുവദിച്ചു. ആ മിമ്പറിൽ നിറക്കിയപ്പോൾ KNMന്റെ സംസ്ഥാന സെക്രട്ടറി പ്രൊഫസർ അബ്ദു അദ്ദേഹത്തിന്റെ മിമ്പർ കൊടുത്തു. തീർന്നില്ല, ഇദ്ദേഹത്തിന്റെ കൂടെ ഒരു ഗൂഢസംഘമുണ്ട്, അതിലെ കണ്ണിയാണെന്നാണ് പറഞ്ഞത്. ആ കണ്ണികളിൽ ഒരു കണ്ണിയാണ് ഹാരിസ് ചേരൂർ എന്ന് കൃത്യമായി നിർവചിക്കപ്പെട്ടു. ഹാരിസ് ചേരൂരിനെ ആദ്യം കണ്ടത് സമ്മേളനത്തിൽ. MSMന്റെയും ISMന്റെയും സംസ്ഥാന ഭാരവാഹികൾ അതിലെ നടക്കുമ്പോ അവരെ നിയന്ത്രിക്കാൻ തോളിൽ ക്യാപ്റ്റന്റെ ബാഡ്ജും കുത്തി മുജാഹിദ് പ്രസ്ഥാനത്തെ പൊളിക്കുന്ന ചാരന് ആരാണ് അവിടെ ഇത് കൊടുത്തത് എന്നത് വ്യക്തമാക്കേണ്ടതുണ്ട്. പുതിയ ISM കമ്മിറ്റി കാസർഗോഡ് വന്നപ്പോൾ ചാരന്റെ സംഘത്തിലെ കണ്ണിക്ക് ജില്ലാ സെക്രട്ടറി സ്ഥാനം. ആ കണ്ണിയായ മറ്റൊരാൾക്ക് തലശ്ശേരിയിലെ വേറൊരു മെമ്പർക്ക് അവിടുത്തെ മേഖലയുടെ ഉത്തരവാദിത്തം കൊടുക്കുന്നിടത്തേക്ക് സുഹൃത്തുക്കളെ എത്തിച്ചേരുകയായിരുന്നു. നീല പുസ്തകം ഉയർത്തിപ്പിടിച്ച് സംസാരിച്ച സലഫിയും അദ്ദേഹത്തിന്റെ കൂടെയുള്ളവരും മഞ്ഞ പുസ്തകത്തെക്കുറിച്ച് മിണ്ടിയില്ല. നീല പുസ്തകം പ്രസിദ്ധീകരിച്ചതാണ് അന്ന് 32 പേർക്കെതിരിൽ നടപടി സ്വീകരിക്കാൻ കാരണമെങ്കിൽ മഞ്ഞ പുസ്തകം അതിന് തുല്യമാണെന്ന് ജംഇയ്യത്തുൽ ഉലമ പറഞ്ഞിട്ടും ഒരു അന്വേഷണ കമ്മീഷനും ഉണ്ടായില്ല. അല്ലെങ്കിലും സംഘടനയിൽ 2 ഫയലുണ്ട്. അതുകൂടെ പറഞ്ഞ് ഞാൻ ക്ലോസ് ചെയ്യട്ടെ. 1, പെട്ടെന്ന് എഴുതി വാങ്ങി അന്വേഷണം പൂർത്തിയാക്കി നടപടിയെടുക്കുന്ന ഒരു ഫയല്. 2, ചിലരയക്കുന്ന പിന്നെ പ്രശ്നങ്ങൾ അതവിടെ തന്നെ വെക്കാൻ. ഞാൻ പറയാം, ഉത്തരമുള്ളവർ വിശദീകരിക്കണം. CD ടവർ എന്ന നമ്മുടെ ഓഫീസിൽ, നമ്മുടെ ഉന്നത ബോഡിയിൽ CD വിതരണം ചെയ്ത ചാരനായ KKPക്കെതിരിൽ കോഴിക്കോട് ജില്ലയിലെ ഒരു പ്രവർത്തകൻ കൊടുത്ത പരാതി എവിടെയാണ് സർ? അതെവിടെ ചർച്ച ചെയ്തു? അതിന്റെ
വിശദാംശം എന്താണ്, തീരുമാനം എന്താണ്? ഇനിയും പറയാം സുഹൃത്തുക്കളെ. ഗ്രൂപ്പ് യോഗത്തിനെതിരിൽ ബഹുമാനായ CP സലീം വാചകമായി പരാതി ഉദ്ധരിച്ചു. ISMന്റെ സ്റ്റേറ്റ് കമ്മിറ്റി പിന്നെ 6-ാം തീയതിയാണ് ഇത് നടന്നതെങ്കിൽ 8-ാം തീയതി TPയുടെ വീട്ടിൽ പോയി പരാതി പറഞ്ഞു. ഇനിയോ അതുകൊണ്ടും തീർന്നില്ല. മലപ്പുറം ഈസ്റ്റ് ജില്ലാ കമ്മിറ്റി സംഘടനാപരമായ കംപ്ലൈന്റ് പോസ്റ്റ് ചെയ്തു. അതുകൊണ്ടും തീർന്നില്ല. 95 വയസ്സായ ബഹുമാനായ കരിവള്ളി മുഹമ്മദ് മൗലവി അദ്ദേഹം തന്റേതായ നിലയ്ക്ക് കംപ്ലൈന്റ് പോസ്റ്റ് ചെയ്തു. എന്നിട്ട് എന്തുകൊണ്ട് 1 2 4 5 കംപ്ലൈന്റുകൾ വന്ന 2011 ജൂൺ 5 യോഗത്തെക്കുറിച്ച് എന്തുകൊണ്ട് അന്വേഷണം ഉണ്ടായില്ല? ആ പരാതികൾ എവിടെ? അതിന്റെ വിശദാംശം എവിടെ? സംഘടന ഹൈജാക്ക് ചെയ്തു എന്നതിന്റെ ഏറ്റവും വലിയ രേഖയാണിത്. 3 KKPക്കെതിരിൽ വന്ന ഒരു കൂട്ടം പരാതികളിൽ കുടുംബത്തെയും മക്കളെയും പേരക്കുട്ടികളെയും കൂട്ടിവരാമെന്ന ഇസ്മായിൽ കണവക്കലിന്റെ പരാതി എവിടെ പോയി? 4 സ്റ്റേറ്റ് കൗൺസിലിൽ CD മടവൂർ വിഭാഗത്തിന് കൊടുത്തത് അബ്ദുറഹ്മാൻ സലഫിയാണെന്ന അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠൻ അബ്ദുള്ള സുല്ലമിയുടെ പരാതി എവിടെ പോയി? 5 KKPയെ പുറത്താക്കണമെന്ന നിലയ്ക്ക് ISMന്റെ സ്റ്റേറ്റ് കമ്മിറ്റി കൊടുത്ത കംപ്ലൈന്റ് എവിടെ പോയി? ചുങ്കത്തറയിൽ വെച്ച് ആയിരക്കണക്കിന് MSMകാരെ കള്ളന്മാരാക്കി സിയാറുകളെ അടിച്ചറക്കൽ കേന്ദ്രമായി പ്രഖ്യാപിച്ച് വലിച്ചു കീറി ഈ പ്രസ്ഥാനത്തെ പൊളിച്ചെറിയുമെന്ന വാചകം കേട്ടപ്പോ ശാഖയിലെ കുട്ടികൾ ഒന്ന് വിളിച്ച് സംസാരിക്കണമെന്ന നിലയ്ക്ക്, പുറത്താക്കണമെന്നല്ല, വിളിച്ച് സംസാരിക്കണമെന്ന നിലയ്ക്ക് കൊടുത്ത കംപ്ലൈന്റ് എവിടെ പോയി? വീണ്ടും കല്ലിടുമ്പിൽ MSMനെതിരിൽ സംസാരിച്ചപ്പോൾ നേതൃത്വം എന്ന നിലയ്ക്ക് ഞങ്ങൾ പോയി പറഞ്ഞ കംപ്ലൈന്റ് എവിടെ പോയി? വീണ്ടും വയനാട്ടിലെ ഒരു മിമ്പറിൽ നിന്ന് MSMന്റെ CRയിൽ പങ്കെടുത്തിട്ട് 13 പേർ ഭ്രാന്തന്മാരായി എന്ന് പറഞ്ഞ കംപ്ലൈന്റ് എവിടെ പോയി? 7-മത്തത് KJUവിന്റെ ബോഡിയിൽ 38 പണ്ഡിതന്മാർ ഈ നാട്ടിൽ വെച്ചവരെ പോത്തുകൾ എന്ന് വിശേഷിപ്പിക്കാൻ കാരണമായ കംപ്ലൈന്റ് എവിടെ പോയി? 8 നൂറുകണക്കിന് ഇലക്ഷൻ പരാതികൾ എവിടെ പോയി? 9 പിരിച്ചുവിട്ടതിനെതിരിൽ MSMഉം ISMഉം കൊടുത്ത അപ്പീലും അതിന്റെ വിശദാംശങ്ങളും എന്തായി? ഞങ്ങൾ അറിഞ്ഞിട്ടില്ല. ഇതാ ഇങ്ങനെ ഒരു കൂട്ടം കംപ്ലൈന്റുകൾ. എന്നാലോ ഒരു സാമ്പിൾ ഞാൻ പറയാം. എന്റെ സുഹൃത്ത് കോഴിക്കോട് ജില്ലയുടെ പ്രസിഡന്റ് ഷംസീർ അദ്ദേഹം ഒരു മെസ്സേജ് അയച്ചു. പ്രസ്ഥാനത്തിലെ പ്രശ്നം തീരുന്നു അൽഹംദുലില്ലാഹ്. ഇവിടെ സക്കരിയ സ്വലാഹി നേതൃത്വം 5 മണിക്കൂർ ചർച്ച നടത്തി. പ്രസ്ഥാനത്തിലെ പ്രശ്നം തീരുന്നു അൽഹംദുലില്ലാഹ്. വിങ്ങിപ്പൊട്ടുന്ന മനസ്സുള്ളവർക്ക് സന്തോഷമായി അവരത് മൊത്തം ഫോർവേഡ് ചെയ്തു. അതിന്റെ പേരിൽ ഷംസീറിനെ വിളിപ്പിച്ചു, നടപടിയെടുക്കാൻ തീരുമാനിച്ചു. മിനിറ്റ്സിലുണ്ട് നടപടിയെടുക്കാനെടുത്ത തീരുമാനം. എന്താ? മുജാഹിദ് പ്രസ്ഥാനത്തിലെ പ്രശ്നം തീരുന്നു എന്ന് പറഞ്ഞിന് പെട്ടെന്ന് നടപടി, അല്ലേ? നടപടി എടുക്കുന്നിടത്തേക്ക് വരെ എത്തി. പക്ഷേ നടപടി എന്തുകൊണ്ടോ എടുത്തില്ല. മിനിറ്റ്സിലുണ്ട്. ഉപയോഗപ്പെടുത്തേണ്ട നേരം നോക്കി ഉപയോഗപ്പെടുത്താൻ. അതിന്റെ മുമ്പ് ഷംസീറിനെ മാത്രമല്ല, ഷംസീറടങ്ങുന്ന 10,000 പിടിച്ചു പുറത്തേക്കിട്ടു. കാരണങ്ങളൊന്നും ആർക്കും അറിയില്ല. ഇത് വെള്ളരിക്ക പട്ടണമല്ല എന്നത് നമുക്കറിയാം സുഹൃത്തുക്കളെ. ശിർക്കാരോപിച്ച് നടക്കുന്നവരോട് ഒറ്റ വാചകം: നമ്മുടെ മയ്യത്ത് വരും കൊപ്രക്കളത്തെ പള്ളിയുടെ